പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നിലവേ നോമ്പിലെ ധ്യാനത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം നമ്മൾ അല്പസമയം ധ്യാനിച്ചു. ഒന്ന് യോനായുടെ ഒളിച്ചോട്ടം, യോനായുടെ ഏറ്റുപറച്ചിൽ. ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് ഒളിച്ചോടിയതാണ്. ഞാൻ ആരാധിക്കുന്ന ദൈവം സർവശക്തനും സർവവ്യാപിയുമാണ്. ദൈവത്തിൽ നിന്നാണ് ഈ ശിക്ഷ എനിക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നെ നിങ്ങൾ കടലിലേക്ക് എറിഞ്ഞുകൊള്ളുക, നിങ്ങൾ സ്വസ്ഥരാകുമെന്ന ഞാൻ മുഖാന്തരമുള്ള എൻ്റെ തെറ്റിന് നിങ്ങളാരും ശിക്ഷ അനുഭവിക്കേണ്ട എന്നുള്ള തിരിച്ചറിവൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ദിവസം കേട്ടത്, ധ്യാനിച്ചതും. 2-ാമത്തെ ദിവസം യോനായുടെ തിമിംഗലത്തിൻ്റെ വയറ്റിൽ കടന്നുകൊണ്ടുള്ള പ്രാർത്ഥന, പ്രത്യാശയുടെ രക്ഷയുടെ അനുഭവത്തിൻ്റെ പ്രാർത്ഥന നമ്മൾ ഇന്നലെ കേട്ടു. ഇന്ന് നമ്മൾ അല്പസമയം ധ്യാനിക്കുന്നത് നിനവയുടെ ജനത്തിൻ്റെ അവസ്ഥയാണ്. 3 ദിവസം പിന്നിട്ട് യോന നിനവയിൽ എത്തിച്ചേർന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോനായുടെ പ്രസംഗമാണ്. നിനവ ജനത്തിൻ്റെ പ്രസംഗം കേട്ടുള്ള അനുഭവമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. നമ്മുടെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്തു നോക്കണം. അനുഭവം ഷെയർ ചെയ്യണം. എല്ലാ നന്മകളും നമ്മളിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. വേദവാക്യങ്ങൾ ഞങ്ങൾക്കാദായമാകാൻ വേദനാഥനേ നിൻ്റെ ജ്ഞാനം നൽകുകയും. കർത്താവേ, ഈ നിലവേ നോമ്പിൻ്റെ 3-ാമത്തെ ദിവസമായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അല്പസമയം ധ്യാനിക്കുവാനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വേണ്ടതായ ദൂത് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും എല്ലാ വാഴ്വുകളും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിൽ നിറയുവാൻ, ഞങ്ങൾ എത്രമാത്രം പാപാവസ്ഥയിലാണെന്ന് തിരിച്ചറിഞ്ഞ് നിനവേലെ ജനത്തെപ്പോലെ മാനസാന്തരത്തിലേക്ക് വരുവാനും ദൈവസ്നേഹം അനുഭവിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ, നിങ്ങൾ ദൈവത്തെ പിൻപറ്റിയതുപോലെ ഞങ്ങൾക്കും ക്രിസ്തു യേശുവിലൂടെ പിതാവാം ദൈവത്തെ പിൻപറ്റുവാൻ ഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, 3-ാമത്തെ ധ്യാനം. യോന നഗരത്തിൽ കടന്ന് 1 ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടും. ഇതാണ് എതിരെയുള്ള ശബ്ദം. 40 കൊല്ലമല്ല പ്രിയമുള്ളവരെ, 40 ദിവസം. ഇതെങ്ങനെ ധൈര്യം ഉണ്ടാവും? ഒരു നാട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്കിനി ജീവനും ജീവിതവും വെറും 40 ദിവസമേ ഉള്ളൂ, നിങ്ങൾ ദൈവത്തിൻ്റെ കോപത്തിന് പാത്രമാകും, നിങ്ങൾ നശിച്ചു പോകും. ഇതെങ്ങനെ പറയാൻ കഴിയും? ഫറവോയുടെ അടുക്കൽ ചെന്ന് ഇസ്രായേൽ ജനത്തെ വിട്ടയക്കണമെന്ന് മോശയോട് പറയണമെന്ന് പറഞ്ഞപ്പോൾ മോശ ദൈവസന്നിധിയിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ നാക്ക് തടിച്ചതാണ്, വാക്ക് സാമർഥ്യം എനിക്കില്ല, ഞാൻ അവിടുന്ന് ഒളിച്ചോടിപ്പോന്നതാണ്, എന്നെ അവർ കൊല്ലാൻ അന്വേഷിക്കുകയാണ്, എന്തെല്ലാം പറഞ്ഞൊഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷെ ദൈവം ഫറവോയുടെ ക്രൂരതയ്ക്ക് മോശയിലൂടെ ദൈവം കൊടുത്ത ശിക്ഷാ നടപടികൾ 10 ബാധകളാണ് അയച്ചത്. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ അടുത്ത് വരുമ്പോൾ മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവ് ഒരു വഴി കാണിച്ചു തരുമെന്നാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള ധൈര്യമുണ്ടായത്? എങ്ങനെയാണ്? ഈ മോശയും ദൈവവുമായിട്ടുള്ള ഇടപെടലിൽ ദൈവം മോശയോട് സംസാരിക്കുന്നതും മോശ ഫറവോട് സംസാരിക്കുന്നതും ഫറവോ അനുസരിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഫറവോയുടെ അനുഭവിക്കേണ്ടി വരുന്ന ക്ലേശങ്ങളും 10 ബാധകൾ മോശയുടെ അറിവോട് ദൈവം അവർക്ക് അയച്ചു കൊടുത്തു. ഇതുപോലെ പ്രിയമുള്ളവരെ, യോന
എന്താണ് എതിരെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒളിച്ചോടിയതിൻ്റെ കാരണം ഭയമാണെങ്കിൽ, ഇന്ന് യോന 3 ദിവസത്തെ അവൻ്റെ അനുഭവം ഒരു സെക്കൻഡ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട്, ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു ജീവിച്ചപ്പോൾ, അതിൻ്റെ കാലദൈർഘ്യം പറയുന്നില്ലെങ്കിലും അരുളപ്പാടുണ്ടായി, നിനവയിലേക്ക് പോകണമെന്ന് പറയുന്നു. മറിച്ച് യോന താർഷീഷിലേക്ക് ഓടിപ്പോകുന്നു, കപ്പലിൽ ടിക്കറ്റ് എടുക്കുന്നു, യോപ്പായിലേക്കുള്ള കപ്പൽ കയറിയിരിക്കുന്നു. ദിവസം എത്രയാകട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ കാലദൈർഘ്യം മാസം എത്രയാകട്ടെ, അതിൻ്റെ അനുഭവത്തിൽ വരുമ്പോൾ അത് സഡനാണ്, പെട്ടെന്നാണ്. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ഇത്രയും കാലത്തെ പ്രീതിക്ക് പാത്രമായി ജീവിച്ച ഞാൻ, എൻ്റെ മുമ്പിൽ തെറ്റല്ല എന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യം ഞാൻ ചെയ്തപ്പോൾ എൻ്റെ ജീവൻ്റെ ഭീഷണിയുണ്ടായതും ഞാൻ ഇത്രമാത്രം കഷ്ടതയിലായതും എത്ര വലുതെന്ന് യോന ധ്യാനിച്ചപ്പോൾ യോനായുടെ പ്രസംഗത്തിൻ്റെ ഘനം കൂടി. എതിരെ പറയുക എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുന്നത്? ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് യോന എഴുന്നേറ്റ് നിനവയിലേക്ക് പോയി. അത് വളരെ വലിയൊരു നഗരമായിരുന്നു. അത് കടക്കാൻ 3 ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു. യോന നഗരത്തിൽ കടന്ന് 1 ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടും. 40 ദിവസം എന്ന കണക്ക് യോനായ്ക്ക് ദൈവം കൊടുത്തോ ഇല്ലയോ എന്ന് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഒന്നെങ്കിൽ ഞാൻ പറയുന്ന സന്ദേശം, ഞാൻ നൽകുന്ന സന്ദേശം അവരോട് പറയുക എന്ന് പറയുമ്പോൾ നമ്മൾ അറിയണ്ട എന്ന് ദൈവം കൽപ്പിച്ചുകൊണ്ട് യോനാക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ബൈബിൾ വായിക്കുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്ന ഈ സംഭവങ്ങളൊക്കെ. അപ്പം നമ്മൾ ആ ദിവസത്തെക്കുറിച്ചൊക്കെ നമ്മൾ പരസ്യമാക്കേണ്ട, അതിലൊന്നും അല്ല പ്രാധാന്യം എന്ന് ചിന്തിച്ചിട്ട് എഴുത്തുകാരൻ ആത്മപ്രേരണയാൽ അത് എഴുതിയില്ല. ഇല്ല എങ്കിൽ യോന ഒരു ഡേറ്റ് ഇട്ടു. തൻ്റെ ഈ വഴിതെറ്റലിന് ഇത്ര ദിവസത്തിനുള്ളിൽ താൻ പിടിക്കപ്പെട്ടുവെങ്കിൽ നിങ്ങളും ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വഴിതെറ്റിന് പിടിക്കപ്പെടുമെന്ന് യോന ഒരു ഡേറ്റ് ഇട്ട് പറയുകയാണ്. നമ്മൾ ചില ആളുകളുടെ തെറ്റുകൾ കാണുമ്പോൾ എത്ര പറഞ്ഞിട്ടും മാറ്റം വരുന്നില്ലെങ്കിൽ നമ്മളൊരു ഡേറ്റ് ഇടുമല്ലോ. നമ്മൾ ചുമ്മാ ഇങ്ങനെ പറയും, ഇങ്ങനെയൊക്കെ പോയാൽ എത്ര കാലം ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ച് ചില മദ്യപാനികൾ പല ധ്യാനവും കൂട്ടി അതെല്ലാം തട്ടിമാറ്റിക്കളഞ്ഞ് ഡോക്ടർ പറഞ്ഞ ലിവർ കംപ്ലൈൻ്റ് ആണ്, ലിവർ മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അതൊന്നും കൂട്ടാക്കാതെ വീണ്ടും മദ്യം കഴിക്കുമ്പോൾ നമ്മളൊക്കെ പറഞ്ഞു പോകുന്നൊക്കെ, പറയാൻ പാടില്ലാത്തതാണെങ്കിലും പറഞ്ഞു പോകുന്ന കാര്യമാണ്. ഒരനുസരണയില്ല. എത്ര പ്രാവശ്യം ധ്യാനം കൂടി, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, രക്ഷപ്പെടാൻ വേണ്ടി, നന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ പ്രാർത്ഥിച്ചു, എന്നിട്ടും കൂട്ടാക്കുന്നില്ല. ഇനി എത്ര ദിവസമുണ്ടെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞ് കൈവിടുന്ന അനുഭവമുണ്ട്. ഇവിടെ പ്രിയമുള്ളവരെ, യോന ഒരു ടാർഗറ്റ് ഇട്ടു. എത്ര? 40 ദിവസം. 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടും. നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. സാധാരണ അങ്ങനെ പ്രവാചകന്മാർ വന്ന് പറയുമ്പോൾ പ്രവാചകന് ഭ്രാന്താണ് എന്നാണ് പറയേണ്ടത്. ഞങ്ങൾ പണ്ടൊരു വീട്ടിൽ ഒരു അക്രൈസ്തവ വീട്ടിൽ ഞങ്ങൾ ഒരു പ്രാർത്ഥനാ പുസ്തകം കൊടുത്തു. ഈ പ്രാർത്ഥനാ പുസ്തകത്തിലുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയും കിട്ടുമെന്ന് ഞങ്ങളിങ്ങനെ ഭവന സന്ദർശനം നടത്തുന്ന സമയത്ത് ഉണ്ടായൊരു സംഭവമാണ്. അപ്പോൾ
തൊട്ട് അയൽവക്കത്തെ വീട് ഒരു ക്രിസ്ത്യാനിയുടെ വീടാണ്. അവർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പുസ്തകമൊന്നും വാങ്ങിയില്ല. എന്നിട്ട് ഇവർ അയൽവക്കത്തെ അക്രൈസ്തവ വീട്ടിൽ അവരെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് വാങ്ങണ്ടെന്ന്. അവർ മടിച്ചു, വാങ്ങിയില്ല. ഞങ്ങളെ തിരസ്കരിച്ച് ഞങ്ങൾ പോന്നു. ഇതൊക്കെ സുവിശേഷ യാത്രകളിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. യേശുക്രിസ്തു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു വീട്ടിലോ ഒരു പട്ടണത്തിലോ ചെല്ലുമ്പോൾ സമാധാനം ആശംസിക്കുക, സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ സ്വീകരിക്കും, ഇല്ല എങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി കുടഞ്ഞു കളഞ്ഞിട്ട് പോരുക. പ്രിയമുള്ളവരെ, ഇവിടെ നിനവേലെ ജനം ഈ ഒറ്റ സംസാരം കൊണ്ട്, ഒരു ദിവസം പിന്നിട്ട് സംസാരിച്ച ഒറ്റ സംസാരത്തിൽ ജനം തീരുമാനിക്കുകയാണ് ദൈവത്തിൽ വിശ്വസിക്കണം, മാനസാന്തരപ്പെടണമെന്ന്. എത്ര നാളായി ചില ആളുകളോടൊക്കെ ഒരു ധ്യാനം കൂടാമോ, ഒരു ധ്യാനത്തിന് വരാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിരിച്ച് ഒഴിഞ്ഞു മാറുന്നത്. കൂടെ കൂടെ കാണുമ്പോൾ പറയും, ഇന്നൊരു പ്രശ്നമുണ്ട്, പ്രാർത്ഥിക്കണം. ഇന്ന സ്ഥലത്ത് ഇത്ര പണം കിട്ടാൻ്റെ ഒരു ബ്ലോക്കായി കിടക്കുകയാണ്, അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആശ്രമത്തിലേക്ക് നല്ലൊരു പൈസ തരും, പ്രാർത്ഥിക്കണം. ചേട്ടാ, ഒരു ധ്യാനം കൂടെ. ഇതൊന്നും ആയിരിക്കില്ല പ്രശ്നം, പ്രശ്നം വേറെ പലതും ആയിരിക്കും. സമ്മതിക്കില്ല, സമയമില്ല, വരില്ല. കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ, ഇപ്പം നിങ്ങളൊന്നും പ്രാർത്ഥിക്കണില്ലേ നമുക്കൊന്നും വേണ്ടി? വാലോ ചേട്ടാ, പ്രാർത്ഥിക്കണ്ടല്ലോ. കാര്യങ്ങൾ അങ്ങോട്ട് സ്മൂത്തായിട്ട് പോണില്ലല്ലോ. ഇപ്പോൾ അത് വേറൊരു പ്രശ്നം വന്നേക്കണം. ചെറുക്കൻ ജോലിക്കൊക്കെ പോയി ഒരു പച്ച പിടിച്ചു എന്നൊക്കെ തോന്നിയതാണ്. ഇപ്പോൾ അവിടെ നിന്ന് കയറ്റിവിടാൻ പോകണമെന്ന് പറയുന്നു. ഒന്ന് പ്രാർത്ഥിക്കുന്നേ, പ്രാർത്ഥിച്ച് ഒക്കെ നേരെയാകുമ്പോൾ ഞാനൊരു ദിവസം അങ്ങോട്ട് വന്നിട്ടുണ്ട്. ചേട്ടാ, എത്ര നാളായി ഒരു ധ്യാനം കൂടാൻ പറയണു, നമ്മുടെ പിള്ളേർക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാകാൻ. ചേട്ടനോട് ധ്യാനം കൂടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പം നിങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പുതിയതെന്ന് പോകുന്ന ആളുകളെ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് യേശു കൊറസിന് നിനക്ക് കഷ്ടം, ബെത്സയിദ നിനക്ക് ദുരിതം, നിന്നിൽ കേട്ട കാര്യങ്ങൾ സോദോമിലൊക്കെയാണ് കേട്ടിരുന്നെങ്കിൽ എത്ര പണ്ട് അവർ മാനസാന്തരപ്പെട്ടിട്ട് എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? ഈ നിനവയിലെ ജനങ്ങളൊക്കെ അവർ സത്യദൈവത്തെ ആരാധിക്കുന്നില്ല എന്നേ ഉള്ളൂ, അവർ നിഷ്കളങ്കരായിരുന്നു. അവരുടെ അറിവില്ലായ്മയിലാണ് അവർ പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവസന്നിധിയിൽ അവരുടെ പാപത്തിൻ്റെ അവസ്ഥ വളർന്ന് ദൈവത്തിന് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ കാരണം അതാണ്, അവരുടെ അറിവില്ലായ്മയാണ്. യോന പേടിച്ചതുപോലെ ഒരു അവസ്ഥ അവിടെ ഉണ്ടായില്ല. അവരോട് നിങ്ങൾക്കിനി നിങ്ങളുടെ ജീവിതം 40 ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പശ്ചാത്തപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫറവോയോട് ദൈവം മോശ വഴി പറഞ്ഞു, എൻ്റെ ജനത്തെ വിട്ടയക്കണം. ഏത് ദൈവം, ആരുടെ ദൈവം, എന്ത് ദൈവം? ഈ ചോദ്യമായിരുന്നു. ആരുടെ ദൈവം, ഏത് ദൈവം? അട്ടഹാസത്തോടുള്ള ചിരിയായിരുന്നു. സത്യദൈവവും നിത്യ രക്ഷകനുമാണെന്ന് കാണിച്ചു കൊടുക്കാൻ നിനവയിലേക്ക് ദൈവത്തിന് ഒരു ബാധ അയക്കേണ്ട വന്നില്ല. അവർ എത്രയും പെട്ടെന്ന് മാനസാന്തരപ്പെടും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു പാട്ടുകാരൻ ഇങ്ങനെ എഴുതി, ഈ ഒരു ആയുസ്സേ നമുക്കുള്ളു സഹോദര ദൈവത്തെ ആരാധിപ്പാൻ. ഈ ഒരു ആയുസ്സേ നമുക്കുള്ളു സഹോദര ദൈവത്തിനായി ജീവിക്കാൻ. ഈ തിരിച്ചറിവ് നമുക്ക് നല്ലതാണ്. അവർ മാനസാന്തരപ്പെട്ടു. അവരെങ്ങനെ മാനസാന്തരപ്പെട്ടു?
ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. ഈ വാർത്ത നിനവെ രാജാവ് കേട്ടു. രാജാവ് വിളംബരം ചെയ്തിട്ടല്ലേ ചാക്കൊടുത്തേ. കേട്ട ജനം സാധാരണക്കാര്, പാവപ്പെട്ടവരൊക്കെ ആദ്യം തീരുമാനത്തിലേക്ക് എത്തി, എനിക്ക് രക്ഷപ്പെടണം, ഞാൻ നശിക്കാനുള്ളതല്ല, എനിക്ക് രക്ഷപ്പെടണം. ഈ യോന പറയുന്ന ദൈവത്തിൽ വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിൽ അവർ വിശ്വസിച്ചു. ഈ വാർത്ത രാജാവ് കേട്ടപ്പോൾ രാജാവ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരത്തിലിരുന്നു. എന്നിട്ടവൻ നിനവെ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണ്, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്, അവ മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. എന്ന് പറഞ്ഞാൽ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കാൻ, ഉപവാസത്തിനൊരു ഭംഗം വരാതിരിക്കാൻ, മൃഗങ്ങൾക്ക് പോലും വെള്ളം കൊടുക്കരുത് എന്ന് പറഞ്ഞു. ഇന്ന് പള്ളിയിൽ പോകാൻ തടസ്സം പറയുന്നത് പശു വളർത്തുന്നതുകൊണ്ടാണ്. ഇന്ന് പ്രാർത്ഥന യോഗത്തിന് വിളിക്കുമ്പോൾ തടസ്സം പറയുന്നത് 5-6 ആടുണ്ടെന്നാണ് പറയുന്നത്. അതിന് വെള്ളം കൊടുക്കണം, തീറ്റ കൊടുക്കണം. യോഗത്തിന് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കുറച്ച് കോഴിയുണ്ടെന്നാണ് പറയുന്നത്. മാനസാന്തരം തദൈവ, പ്രാർത്ഥിച്ചോളുക. നിങ്ങളിരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചോ. ഞങ്ങൾ കോഴിയും വളർത്തി, ഞങ്ങൾ ആടും വളർത്തി, പശുവും വളർത്തി, ഞങ്ങളിങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചോളാം. നിങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു. വല്ലപ്പോഴും എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കൊണ്ടു തന്നേക്കാം കൂലിയായിട്ട്. പ്രിയമുള്ളവരെ, ആക്ഷേപിക്കുന്നതല്ല. രാജാവ് വിളംബരം പ്രഖ്യാപിച്ചു. എന്താണ് വിളംബരം പ്രഖ്യാപിച്ചത്? യാതൊരു മനുഷ്യനും ഒരു മൃഗം പോലും, ആ മൃഗത്തിന് തീറ്റ കൊടുക്കാനാണ്, മേയാൻ വിടാനാണെന്ന് പറഞ്ഞു പോലും തൻ്റെ ഉപവാസത്തിൽ നിന്ന്, തൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് 1 ഇഞ്ച് മാറരുത് എന്ന് രാജാവ് പ്രഖ്യാപിച്ചു. അനന്തരഫലമോ, ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ എന്നും രാജാവ് പറഞ്ഞു. ദൈവം മനസ്സ് മാറ്റി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം മനസ്സ് മാറ്റി. 40 ദിവസം കഴിഞ്ഞിട്ടില്ല. ആ സമയം തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി. രാജാവ് പറയാണ്, ദൈവം മനസ്സ് മാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്മ അയച്ചില്ല. ഇനി യോനായിലേക്ക് വീണ്ടും വരികയാണ്. യോന അതൃപ്തനാകുകയാണ്, കുപിതനുമായി. ദേഷ്യം വന്നു. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഇത് തന്നെയല്ലേ അങ്ങോട്ട് പറഞ്ഞത്? ഇതുകൊണ്ടാണ് ഞാൻ താർശീഷിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചത്. ഞാൻ ഓടിപ്പോയതിൻ്റെ കാരണം എന്താ? ഇതൊക്കെ സംഭവിക്കും. നിനക്ക് കൊല്ലുമെന്ന് പറഞ്ഞാൽ നിനക്ക് കൊല്ലാൻ പറ്റൂല. എൻ്റെ അടുത്തൊരാൾ ഒരിക്കൽ ശ്രേഷ്ഠ കാതോലിക്ക ബാവയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ബാവയുടെ അടുത്ത് നിന്ന് ആരെങ്കിലും 2 ഹല്ലേലൂയ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറും. എന്നോട് പറയുന്നയാളും ഒരു ആത്മീയ പിതാവാണ്. ഞാനങ്ങനെയൊന്നും സമ്മതിക്കില്ല. ഞങ്ങളൊരു സ്ഥലത്ത് ഒരു പ്രാർത്ഥന നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ, ഒരു ധ്യാനം നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ഥലത്തെ സഭയിൽ തന്നെ ഒരു പിതാവ് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, ബാവ
ശ്രേഷ്ഠ ബാവ തിരുമേനി ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആത്മീയ ഉപദേഷ്ടാവാണ്, ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ തരുന്ന അദ്ദേഹമാണ്, ഇത്ര വർഷമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്. അതൊക്കെ ശരിയാ, ഇവിടെ പറ്റൂല. ബാവയുടെ അടുത്ത് നിന്ന് 2 ഹല്ലേലൂയൊക്കെ പറഞ്ഞാൽ ബാവ അതിൽ വീഴും. ഇത് തന്നെയാണ് യോനായും പറയുന്നത്. ഇതാണ് ഞാനും പറഞ്ഞത്. നിന്റെ അടുത്ത് 2 ഹല്ലേലൂയ പറഞ്ഞു, നിന്റെ അടുത്ത് ഞാൻ ഇനി പാപം ചെയ്യില്ല എന്ന് പറഞ്ഞു, നിന്റെ മനസ്സലിയും. എത്ര ദൈവത്തിൻ്റെ പ്രവാചകനാണെങ്കിലും എത്രമാത്രം എന്താ പറയുന്നത് ബോധക്കുറവുള്ള ഒരാളാണെന്നും കൂടി ചിന്തിക്കുക. എന്നിട്ട് യോന പറയുകയാണ്, അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനും ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നേരത്തെ അറിയാം. ഇതിനു മുമ്പ് ഞാൻ പല സ്ഥലത്തും പോയി നിങ്ങൾക്ക് ഇന്നതൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് അവരെ ഒന്നും നീ ശിക്ഷിച്ചില്ല. അപ്പം ഞാനിപ്പോൾ ഇത് പറഞ്ഞില്ലെങ്കിലും നീ അവരെ ശിക്ഷിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അത് യോനായുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ദുഷ്ടനോട് നിന്റെ അകൃത്യം മൂലം നീ മരിക്കുമെന്ന് പറയണമെന്ന് നിന്നോട് പറയാൻ പറഞ്ഞിട്ട് നീ അവനെ ഭയപ്പെട്ട് നീ അവനോട് പറയാതിരുന്നാൽ അവൻ്റെ രക്തത്തിന് വില നിന്നോട് ചോദിക്കും. എന്നാൽ പ്രവാചക, നിന്നോട് നിന്റെ അകൃത്യത്തിൽ നീ മരിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ട് നീ അവനോട് ചെന്ന് ഈ കാര്യം പറയുകയും അവൻ്റെ അകൃത്യത്തിൽ പിന്മാറാതിരിക്കുകയും ചെയ്താൽ അവൻ്റെ അകൃത്യത്തിന് കണക്ക്, അവൻ്റെ രക്തത്തിന് കണക്ക് ഞാൻ അവനോട് ചോദിക്കും. ദൈവമാരാ എന്നുള്ളതല്ല പ്രവാചകൻ ചിന്തിക്കേണ്ടത്. പ്രവാചകനെ ഏൽപ്പിച്ച ജോലി ചെയ്തോ എന്നാണ് പ്രവാചകൻ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം അതാണ്. നീ ശിക്ഷിക്കുന്നതിൽ വിമുഖനും ആണെന്ന് ഞാൻ അറിഞ്ഞു. കർത്താവെ, എൻ്റെ ജീവൻ എടുത്തുകൊള്ളുക എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. കർത്താവ് ചോദിച്ചു, നിനക്ക് കോപിക്കാൻ എന്ത് കാര്യം? യോന പുറത്തിറങ്ങി നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പോയി ഇരുന്നു. അവിടെ അവൻ തനിക്ക് വേണ്ടി ഒരു കൂടാരം നിർമ്മിച്ചു. യോനാക്കുണ്ടായ സങ്കടം നിസ്സാരമാണോ? എത്രയാ? 3 ദിവസം അയ്യം വിളിച്ചു, അപകടത്തിലായി. 3 ദിവസം യാത്ര ചെയ്യേണ്ട വന്നു. പിന്നെ ഈ കാര്യങ്ങൾ വിളിച്ചു പറയേണ്ട വന്നു. എന്നിട്ടോ ഇപ്പം എന്താ സംഭവിച്ചേക്കണോ? ഒന്നും സംഭവിച്ചില്ല. ഈ നാട്ടിൽ നിന്നൊക്കെ നീയൊക്കെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ല മരിക്കുക, എന്നെ വിളിക്കാൻ പറഞ്ഞു. ഏലിയ പറഞ്ഞതുപോലെ. ഏലിയയും അങ്ങനെയാണ് പറഞ്ഞത്. പ്രവാചകന്മാരെക്കാൾ വലിയവരൊന്നുമല്ല ഞാൻ, എൻ്റെ പൂർവികരെക്കാൾ വലിയവനൊന്നുമല്ല ഞാൻ. എൻ്റെ പ്രാണനെ വിളിക്കുക, എടുക്കുക. ഇതാ ജസബേൽ എൻ്റെ പ്രാണന് വേണ്ടി എന്നെ അന്വേഷിച്ച് നടക്കുന്നു. നമ്മൾ ചില സമയത്തൊക്കെ ആഗ്രഹിക്കും ഈ തല്ലും കുത്തൊക്കെ കൊണ്ട് നടക്കണ നേരം കൊണ്ട്. എന്തിനാ? യെരമ്യാ പ്രവചനം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിൻ്റെ വാക്ക് ഞാൻ പറയുമ്പോൾ ശാപം, മരണം എന്നാണ് പറയുന്നത്. അതെനിക്ക് അടിക്കടി വ്യസനത്തിനും ഉപദ്രവത്തിനും കാരണമായി. നിന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഉപദ്രവമേൽക്കേണ്ടി വരുന്നു. നിന്നെക്കുറിച്ച് ഞാൻ പറയില്ല എന്ന് വെച്ചാലോ അതെൻ്റെ അസ്ഥിക്കുള്ളിൽ അടയ്ക്കപ്പെട്ട അഗ്നിയായിരിക്കുന്നു. യിരെമ്യാ പ്രവചനത്തിൽ യിരെമ്യാ പറയുകയാണ്, അതേ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നവൻ, ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് ജീവിക്കുന്നവന് സമൂഹത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടാകും. പക്ഷേ അവനെല്ലാം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് മുന്നോട്ട് പോകണം. യോന പുറത്തിറങ്ങി നഗരത്തിന് കിഴക്ക് ഭാഗത്ത് പോയിരുന്നു. അവിടെ അവൻ തനിക്ക് വേണ്ടി ഒരു കൂടാരം നിർമ്മിച്ചു. നഗരത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാനായി കൂടാരത്തിൻ്റെ കീഴിലിരുന്നു. ഇനി എന്താ സംഭവിക്കാൻ പോകണമെന്നറിയാൻ അങ്ങനെയിരുന്നു. യോനാക്ക് തണലും ആശ്വാസം നൽകുന്ന ദൈവമായ കർത്താവ് ഒരു ചെടി മുളപ്പിച്ചു. ആ ചെടി കണ്ട് യോന അത്യധികം സന്തോഷിച്ചു. പിറ്റേന്ന് പ്രഭാതത്തിൽ ദൈവം ഒരു പുഴുവിനെ അയച്ചു. അത് ആ ചെടിയെ ആക്രമിച്ചു. ചെടി വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റിനെ വെച്ച് തലയിൽ സൂര്യൻ്റെ ചൂടേറ്റ് യോന തളർന്നു. മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. കണ്ടോ? ആകെ ഉണ്ടായിരുന്ന ഒരു ചെടിയും കൂടി ഇപ്പം നഷ്ടമായി. ഒരു തണലുമില്ല. ജീവിക്കുന്നതിനേക്കാൾ നിന്ന് മരിക്കുന്നതാണ്. ദൈവം യോനായോട് ചോദിച്ചു, ആ ചെടിയെ ചൊല്ലി കോപിക്കാൻ നിനക്കെന്ത് കാര്യം? അവൻ പറഞ്ഞു, കോപിക്കാൻ എനിക്ക് കാര്യമുണ്ട്, മരണം വരെ കോപിക്കാൻ. കർത്താവ് പറഞ്ഞു, ഈ ചെടി
ഒരു രാത്രി കൊണ്ട് വളരുകയും അടുത്ത രാത്രി നശിക്കുകയും ചെയ്തു. നീ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ചിട്ടില്ല, എന്നിട്ടും നിനക്കതിനോട് അനുകമ്പ തോന്നുന്നു. എങ്കിൽ ഇടം വലം തിരിച്ചറിയാൻ കഴിവില്ലാത്ത 1,20,000-ൽ പരം ആളുകളും അസംഖ്യം മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ നിനവയോട് എനിക്ക് അനുകമ്പ തോന്നരുതോ? തോന്നരുതെന്നാണോ നീ പറയുന്നത്? പ്രിയമുള്ളവരെ, ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ വചനം പൗലോസപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഇത് പറയുന്നവനും മുറിയണം, കേൾക്കുന്നവനും മുറിയണം. വിളിക്കുന്നത് പൂർണ്ണനായിട്ടല്ല. അതുകൊണ്ട് വിളി സ്വീകരിച്ച ആരെങ്കിലും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ടുള്ളവരൊക്കെ ഞങ്ങൾ പൂർണ്ണരാന്നുള്ള വിചാരത്തിൽ സംസാരിക്കരുത്. അവൻ്റെ സങ്കടങ്ങളിലും അവൻ്റെ കഷ്ടതകളിലും അവനടിക്കടി പരിശോധനകളൊക്കെ ഉണ്ടാകുമ്പോൾ അവനും സാധാരണ മനുഷ്യനേക്കാൾ തരം താഴും. ഇപ്പോൾ ഒരർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നിനവേയിലെ വിജാതീയരായ ജനങ്ങളെക്കാൾ അധപ്പതിച്ചു പോയില്ലേ? കപ്പിത്താനോട് യോന പറഞ്ഞെന്താ? ഞാൻ കടലും കരയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പുത്രനാണ്, എബ്രായനാണ്, പ്രവാചകനാണ്. ഇന്നിവിടെ ദൈവത്തോട് തർക്കിക്കുന്ന, ദൈവത്തോട് കോപിക്കുന്ന, മരിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു ശാഠ്യക്കാരനായി നിൽക്കുകയല്ലേ? അപ്പോൾ പ്രിയമുള്ളവരെ, ഒരു വശത്ത് നമുക്ക് നല്ല നല്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. ദൈവത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും. ഒത്തിരി നല്ല അനുഗ്രഹങ്ങളും നല്ല സമ്പത്തും നല്ല ജീവിത സൗകര്യങ്ങളൊക്കെ വരുമ്പോൾ വീണ്ടും വീണ്ടും ഒക്കെ നമുക്ക് കർത്താവിന് വേണ്ടി നിൽക്കണമെന്നൊക്കെ തോന്നും. മറിച്ച് യോന ദരിദ്രനാകുകയാണ്. യോനായ്ക്ക് പെട്ടെന്നൊരു തണൽ വൃക്ഷം കിട്ടുന്നു, അത് ഉണങ്ങുന്നു. യോന ദരിദ്രനാകുകയാണ്. യോന ഒന്നുമല്ലാത്തവനും ഒന്നും ഇല്ലാത്തവനുമാകുകയാണ്. 40 ദിവസത്തിനുള്ളിൽ ഇതേ നശിപ്പിക്കുമെന്ന് നീ പറഞ്ഞിട്ടിപ്പോൾ എന്തായിടാ എന്ന് നിനവായിലെ ജനം ചോദിക്കുന്ന തരത്തിൽ അവൻ മാറിയിരിക്കുകയാണ്, ദൈവത്തിൻ്റെ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ട്. രണ്ടു കൂട്ടരും ഒരേപോലെ മാനസാന്തരം ആവശ്യമുള്ളവരാണെന്നുള്ള തിരിച്ചറിവ് വേണം. എന്നെ ദൈവം ഈ വചനത്തിൽ നിന്ന് പഠിപ്പിച്ചതാണ്. എത്ര വർഷം വചനം പറഞ്ഞുവെന്നോ, എത്ര ശക്തമായി പറഞ്ഞുവെന്നോ, എത്ര പേർക്ക് സൗഖ്യം കൊടുത്തുവെന്നോ, തളർന്നവനെ എഴുന്നേൽപ്പിച്ചെന്നോ, മരിച്ചവനെ ഉയർപ്പിച്ചോ എന്നൊന്നും അല്ല പ്രധാനമായിട്ടുള്ളത് എനിക്കും എന്നും 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 മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകണം, പുതുക്ക അനുഭവം ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളാണ് എന്നെ ദൈവവുമായിട്ട് എത്ര അടുപ്പമുണ്ടെന്ന് അളവുകോലായിട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറയണം, അവൻ വളരണം, എൻ്റെ തണൽ പോകണം, അവർ അനുഗ്രഹിക്കപ്പെടണം എന്ന ധ്യാനമാണ് പ്രവാചകന് വരേണ്ടത്. അപ്പോൾ യേശുവിൻ്റെ ഈ പരിശുദ്ധ നോമ്പിൻ്റെ 40 നോമ്പിൻ്റെ മുൻപോടിയായിട്ട് ഈ പ്രവാചകൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ നോമ്പ് നമുക്ക് സഭ തരുമ്പോൾ നാം ഈ പ്രവാചകനിൽ വളർന്ന് യേശു ആകുന്ന പുത്രനിലേക്ക് എത്തണം. പ്രവാചകൻ്റെ ശാഠ്യവും പ്രവാചകൻ്റെ പോരായ്മകളുമല്ല നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തുവിൻ്റെ പൂർണ്ണതയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ വീണ്ടും നീങ്ങുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നിനവായിലെ ജനം, കപ്പൽ യാത്രക്കാർ, യോന, കപ്പിത്താൻ, ഇവരൊക്കെ അങ്ങയുടെ രക്ഷ അനുഭവിച്ചവരാണല്ലോ. ഇതിനൊക്കെ കാരണം, ഇവരൊക്കെ സത്യ ദൈവത്തെ അറിയുവാൻ കാരണം യോന എന്ന് പറയുന്ന പ്രവാചകൻ അല്പം ദൈവത്തിൽ നിന്ന് വഴിതെറ്റിയതാണല്ലോ. ഇങ്ങനെ ഞങ്ങൾ വായിക്കുന്നു, തിന്മയിൽ നിന്ന് പോലും നന്മയുളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന്. പ്രവാചകൻ്റെ ഈ വഴിതെറ്റിൽ നിന്ന് ഇത്രയും നന്മ ഉണ്ടാകുവാനും ഇത്രയും കാരുണ്യം ജനം അനുഭവിച്ചറിയുവാനും സാധിച്ചത് വലിയൊരു കാര്യമാണല്ലോ ദൈവമേ. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ വീഴ്ചയുണ്ടാകുമ്പോൾ ഞങ്ങളെ താങ്ങി നിർത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ വീഴ്ചയിലും അങ്ങ് വിശ്വസ്തനാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഒരിക്കൽ പോലും
ഞങ്ങളുടെ കരങ്ങളിൽ നിന്ന് വഴുതിപ്പോകാൻ അടിയങ്ങൾക്കിടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. നിനവേല ജനത്തിൻ്റെ മാനസാന്തര അനുഭവം, യോനായോട് ദൈവത്തിൻ്റെ കരുണ ഒരിക്കൽ കൂടെ വെളിപ്പെടുത്തി കൊടുത്ത അനുഭവം ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ടുത്തരുന്നരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അനേകരിലേക്ക് ഈ ശുശ്രൂഷ ഷെയർ ചെയ്യുവാൻ, പങ്കുവെക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ചാനലിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.